കോഴിക്കോട് ബാലുശ്ശേരിയിൽ മകന്റെ മർദ്ദനമേറ്റ് അച്ഛൻ കൊല്ലപ്പെട്ടു. എഗരൂൽ സ്വദേശി ദേവദാസാണ് കൊല്ലപ്പെട്ടത്. മകൻ അക്ഷയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുറിക്കുള്ളിൽ കണ്ടെത്തിയ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. സിനോജ് തോമസ് വിശദാംശങ്ങളുമായി. സിനോജ്, എന്താണ് പോലീസ് പറയുന്നത്? നികേഷ് കുമാർ, ഈ കഴിഞ്ഞ തിങ്കളാഴ്ച 6-ാം തീയതിയാണ് 61 വയസ്സുള്ള ദേവദാസ് കൊല്ലപ്പെടുന്നത്. ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് തലയോട്ടി പൊട്ടിയിട്ടുണ്ടായിരുന്നു, വാരിയെല്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു, ശരീരമാസകലം പരിക്കുകളുണ്ടായിരുന്നു. ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പോസ്റ്റ്മോർട്ടത്തിന് നിർദ്ദേശിക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചു. അങ്ങനെ ആ റിപ്പോർട്ട് ലഭിച്ചപ്പോഴാണ് മർദ്ദനം ഏറ്റതുകൊണ്ടാണ് കൊല്ലപ്പെട്ടതെന്ന റിപ്പോർട്ട് വന്നു. അങ്ങനെയാണ് മകനെ പോലീസ് പിടികൂടുന്നത്. അന്ന് മകൻ പറഞ്ഞത് ബൈക്കിൽ നിന്ന് വീണതാണെന്ന് ആദ്യം പറഞ്ഞു, പിന്നീട് പറഞ്ഞു കട്ടിൽ നിന്ന് താഴെ വീണാന്നൊക്കെ തന്നെയാണ് പോലീസിനോട് പറഞ്ഞത്. പക്ഷേ പോലീസ് ചോദ്യം ചെയ്യലിൽ 26 വയസ്സുള്ള ഈ ദേവദാസിൻ്റെ മകൻ അക്ഷയ് ദേവദാസ് കുറ്റം സമ്മതിച്ചു. അതായത് ലഹരി ഉപയോഗിക്കാൻ വേണ്ടി പണം ചോദിച്ചിട്ട് നൽകിയില്ല. നിരന്തരം വീട്ടിൽ നിന്ന് സംഘർഷം ഉണ്ടാകാറുണ്ടെന്ന് പോലീസ് പറയുന്നു. ഈ അക്ഷയുടെ മർദ്ദനം ഭയന്ന അമ്മ മകൾക്കൊപ്പമാണ് താമസം. ഈ മാസം 2-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. രാത്രി ലഹരി ഉപയോഗിച്ച് പിതാവിനെ അടുക്കളയിൽ കസേരയിൽ കെട്ടിയിട്ട് അതിക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം 3-ാം തീയതി തന്നെ അക്ഷയ് തന്നെ പിതാവിനെ ബാലുശ്ശേരിയിൽ ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിക്കുന്നു. ബൈക്കിൽ നിന്ന് വീണ് പരിക്ക് പറ്റിയതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നു. പക്ഷേ ഈ പരിക്ക് ഭേദമാകുന്നില്ല. 6-ാം തീയതി വീണ്ടും ഈ കട്ടിൽ നിന്ന് നിലത്ത് വീണ രീതിയിൽ കണ്ടെത്തുകയും അയൽവാസികളൊക്കെ തന്നെ ചേർന്നാണ് ബാലുശ്ശേരിയിൽ ആശുപത്രിയിലേക്ക് തിങ്കളാഴ്ച രാത്രി എത്തിക്കുന്നത്. അപ്പോഴേക്കും മരിച്ചിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് ഇത് മകൻ തന്നെ ചെയ്ത കൊലപാതകമാണെന്ന് തെളിയുകയും ഇപ്പോൾ മകൻ അക്ഷയ് 26 വയസ്സുള്ള അക്ഷയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. നികേഷ്, സിനോജ് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.